ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് എടുക്കാനുള്ളത് പ്രൊഡക്റ്റ് കാറ്റലോഗ് ആണ്. പ്രൊഡക്റ്റ് കാറ്റലോഗ് ആണ് നമ്മുടെ ലാസ്റ്റ് ക്യാൻവ പ്രാക്ടിക്കൽ ക്ലാസ്. ഓക്കെ, പ്രൊഡക്റ്റ് കാറ്റലോഗിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം തന്നെ എന്താണ് പ്രൊഡക്റ്റ് കാറ്റലോഗ്? അപ്പൊ നിങ്ങൾക്ക് എന്താണ് പ്രൊഡക്റ്റ് കാറ്റലോഗ് എന്ന് അറിയണം അല്ലേ? പ്രൊഡക്റ്റ് കാറ്റലോഗ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഒരുപാട് രീതിയിൽ പ്രൊഡക്റ്റ് കാറ്റലോഗ് ഉണ്ട്. ഇതാണ് പ്രൊഡക്റ്റ് കാറ്റലോഗ് ഡിസൈൻ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അല്ലേ? ഇതാണ് പ്രൊഡക്റ്റ് കാറ്റലോഗ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇത് ഇപ്പൊ നിങ്ങളിപ്പോൾ ഒരു ഫർണിച്ചർ ഷോപ്പിൽ കയറി, അപ്പോൾ അവർ എന്ത് തരും? ആ ഫർണിച്ചർ ഷോപ്പിന്റെ ഒരു പ്രൊഡക്റ്റ് കാറ്റലോഗ് തരും. ഒരു ഒരു ബുക്ക് പോലെ ബുക്കായിരിക്കാം, ചിലതിൽ ബുക്കായിരിക്കാം, ചിലതിൽ 2 പേജ് ഉണ്ടാവുള്ളൂ. അത് സൈസ് അനുസരിച്ച് ബുക്കിലെറ്റ് ഉണ്ട്, ബൈഫോൾഡ് ഉണ്ട്, ട്രൈഫോൾഡ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, ഈ പ്രൊഡക്റ്റ് കാറ്റലോഗിൽ എന്താണ് ഉണ്ടാവുക? പ്രൊഡക്റ്റ് കാറ്റലോഗിൽ അവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള, മനസ്സിലായി? ഒരു ഫർണിച്ചർ ഷോപ്പിൽ എന്ന് പറയുമ്പോൾ എത്രങ്ങാനും ഫർണിച്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫർണിച്ചർ, ചിലവരത് മുഴുവൻ കൊടുക്കുന്നുണ്ടാവും. ആ ഫർണിച്ചർ ഷോപ്പിലുള്ള മുഴുവൻ കാര്യങ്ങളും ആ കാറ്റലോഗിൽ കൊടുക്കും. പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുമ്പോൾ അവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ സെയിലാവുന്ന അല്ലെങ്കിൽ ലക്ഷറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കാറ്റലോഗ്. ഓക്കെ, അതിൻ്റെ ഏതൊക്കെയാണ് ഫർണിച്ചർ, അതിൻ്റെ ഡിസ്ക്രിപ്ഷന്, അതിൻ്റെ പ്രൈസിങ്, ഇപ്പോൾ അതിൻ്റെ റൈറ്റിംഗ്, കസ്റ്റമർ തന്നിട്ടുള്ള ആ ഫർണിച്ചറിൻ്റെ റൈറ്റിംഗ്, കസ്റ്റമർ റിവ്യൂസ് ആഡ് ചെയ്യാറില്ല, റിവ്യൂസ് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അങ്ങനെയൊക്കെ വരുന്നതാണ് പ്രൊഡക്റ്റ് കാറ്റലോഗ് എന്ന് പറയുന്നത്. അത് ഒരു വെർഷൻ. ഓക്കെ, ഇനി അടുത്തൊരു വെർഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ഫർണിച്ചർ ഷോപ്പ്, അവിടെ ലക്ഷറിയേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വേണ്ട, ഒരു കാറിൻ്റെ ഷോപ്പ്. ഓക്കെ, ഒരു കാർ റീസെയിലിംഗ് ഷോപ്പാണ്, അല്ലെങ്കിൽ കാറിൻ്റെ നമ്മളൊരു BMW ഷോപ്പാണ്. ഓക്കെ, അവിടെ പോയാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു പ്രൊഡക്റ്റ് കാറ്റലോഗ്. ഇപ്പം നിങ്ങളൊരു സ്പെസിഫിക് വണ്ടി, ഒരു BMW ഒരു മോഡൽ മാത്രം, ഒരു C6 ഒരു BMW ഒരു C6 മോഡൽ മാത്രം എടുത്താൽ ആ ആ C6 മോഡലിൻ്റെ ഒരു പ്രൊഡക്റ്റ് കാറ്റലോഗ് നിങ്ങൾക്ക് കിട്ടും. അതെന്താ ഉണ്ടാവുക? ആ BMW, അതിൻ്റെ ഫീച്ചേഴ്സ്, കാര്യങ്ങൾ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം എന്തുണ്ടാവും? ആ ഒരു കാറ്റലോഗിൽ ഉണ്ടാവും. ഓക്കെ, അതൊറ്റ പ്രൊഡക്റ്റിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ കാറ്റലോഗ് അല്ലേ? അതിൻ്റെ ആ BMW പിക്ചർ, അതിനെന്തൊക്കെയാണ് ഫീച്ചർ, അതിൻ്റെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഫീച്ചർ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കാറ്റലോഗ്. ഓക്കെ, അതൊറ്റ പ്രൊഡക്റ്റിന് വേണ്ടി മാത്രമുള്ളത്. ഇനി ഇതുപോലെ ഫർണിച്ചർ ഷോപ്പിനോ, ഇത് ഫർണിച്ചർ ഷോപ്പും BMW ഷോപ്പും മാത്രമല്ല കേട്ടോ, ഇതിന് മൾട്ടിപ്പിൾ വേരിയൻ്റ് ഉണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ക്ലയൻറ്റ് വരുമ്പോൾ ക്ലയൻറ്റ് നിങ്ങളോട് വ്യക്തമായിട്ട് പറയും എന്തിനുള്ളതാണ്, എങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അങ്ങനെയാണ് പ്രൊഡക്റ്റ് കാറ്റലോഗ് വരിക. ഇനി അതുമല്ലാതെ വേറെ ഒരുപാട്, പിന്നെ ഞാനിവിടെ ഇപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്, ഇതുവരെ എനിക്ക് അറിയില്ലായിരുന്നു. പോർട്ട്ഫോളിയോക്ക് പ്രൊഡക്റ്റ് കാറ്റലോഗ് ഉണ്ടാക്കുന്ന ഞാൻ ടെംപ്ലേറ്റ് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് എടുത്തപ്പോൾ പോർട്ട്ഫോളിയോക്ക് പ്രൊഡക്റ്റ് കാറ്റലോഗ് ഉണ്ടാക്കുന്ന ഒന്ന് ഞാൻ കണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പ്രൊഡക്റ്റ് കാറ്റലോഗ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ പോർട്ട്ഫോളിയോക്ക് ഉണ്ടാക്കുന്നത്. പോർട്ട്ഫോളിയോ അവർ ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, അവർ ചെയ്ത പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോക്ക് വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റ് കാറ്റലോഗ്. ഓക്കെ, പിന്നെ സോഷ്യൽ മീഡിയക്ക് വേണ്ടി ഒന്നും ഉണ്ടായിരുന്നല്ലോ അവിടെ. ഇതാണ്ട, ഒരു ഫർണിച്ചർ ഷോപ്പിൻ്റെ ആണ്. അവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ള 6 ഫർണിച്ചർ ഉണ്ട്. ഓക്കെ, അവരുടെ ഏറ്റവും ആൾക്കാർ പെട്ടെന്ന് വാങ്ങിക്കുന്ന ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹൈലൈറ്റ് ചെയ്യുന്ന ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്രൈസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, അതിന് ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് കാറ്റലോഗ് വരിക. പിന്നെ ഇത് മൾട്ടിപ്പിൾ പേജസിലായിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ? ഇത് എത്ര പേജാ? 1 2 3 4 5 6 10 12 14 പേജസ്. അങ്ങനെ മൾട്ടിപ്പിൾ പേജസിലായിട്ട്. അതൊരു ഫാഷൻ ബ്രാൻഡിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതൊരു ബ്രാൻഡിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ സാധാ ടെക്സ്റ്റൈൽ ഷോപ്പിനൊന്നും പ്രൊഡക്റ്റ് കാറ്റലോഗിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ബ്രാൻഡിനാണ് കൊടുക്കുക. ടെക്സ്റ്റൈൽ ഷോപ്പിന് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവിടെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട്, ഇപ്പോൾ വെഡ്ഡിങ് ഏരിയയിൽ, ഇപ്പോൾ ഒരു സാധാ ടെക്സ്റ്റൈൽസ് ആണ്, അവർക്ക് വെഡ്ഡിങ് സെൻറ്റർ ആയിട്ട് വേറെ ഒന്നുണ്ട്. അവിടെ പോയാൽ ഇപ്പോൾ നമ്മളൊരു വെഡ്ഡിങ്ങിന് ഒരു ഡ്രസ്സ് മാത്രം ചൂസ് ചെയ്യുമ്പോൾ ആ ഡ്രസ്സിൻ്റെ വേണമെങ്കിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ഒരു പ്രൊഡക്റ്റ് കാറ്റലോഗാണ്. ഓവറോൾ പറയുകയാണെങ്കിൽ, 1 സെക്കൻഡ്, ഓവറോൾ പറയുകയാണെങ്കിൽ പ്രൊഡക്റ്റ് കാറ്റലോഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിന് വേണ്ടി ഉള്ളതോ, അല്ലെങ്കിൽ ഒരു ഷോപ്പിന് അവരുടെ ഹൈലൈറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സിന് വേണ്ടിയുള്ളതോ ആണ് പ്രൊഡക്റ്റ് കാറ്റലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് കാറ്റലോഗ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഇനി
ഇവിടെ ഒന്നും കൂടി കാണിച്ചു തരാൻ, ഇതാണ്ട ഇത് സിംഗിൾ പേജിൽ വരുന്ന പ്രൊഡക്റ്റ് കാറ്റലോഗ് ആണ്. ഇനി സാധാ നമ്മുടെ നോർമൽ ഈ പത്രത്തിന്റെ ബാക്കിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് കാറ്റലോഗ് ഉണ്ടല്ലോ, ഒരുപാട് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ട് അതിന്റെ പ്രൈസും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു സാധനം, അതൊരു ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് കാറ്റലോഗ് തന്നെയാണ്. ഞാൻ അതാണ് ഇവിടെ സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് ടൈപ്പ് എന്തുണ്ട്, പ്രൊഡക്റ്റ് കാറ്റലോഗ് ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ കയ്യിലോട്ട് ക്ലയന്റ് വരുമ്പോൾ അവർ പ്രൊഡക്റ്റ് കാറ്റലോഗ് ആണ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവരോട് റെഫറൻസ് ചോദിക്കുക. ഓക്കെ, അപ്പൊ അവർ അയച്ചു തരും അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള, പിന്നെ എത്ര പേജ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, പേജ് കൂടുന്നതിനനുസരിച്ച് പ്രൈസ് കൂടും. ഓക്കെ, ഇനി പർപ്പസ് ഓഫ് എ പ്രൊഡക്റ്റ് കാറ്റലോഗ്. എന്താണ് ഒരു പ്രൊഡക്റ്റ് കാറ്റലോഗിന്റെ പർപ്പസ് എന്ന് പറയുന്നത്? ഒരു പ്രൊഡക്റ്റ് കാറ്റലോഗിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ ആൻഡ് ഓർഗനൈസ് പ്രൊഡക്റ്റ് സിമെട്രിക്കലി. സിമെട്രിക്കലി എന്ന് പറഞ്ഞാൽ ഓർഡർ ആയിട്ട് വെക്കുക. സിമെട്രിക്കലി എന്നൊരു ടെക്നിക്കൽ ടേം ആണ്, അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സയൻസ് പഠിച്ച സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിമെട്രിക്കലി ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന ഇമേജസ്, അതായിരിക്കും ഒന്നും കൂടെ ബെസ്റ്റ്. ഓക്കെ, ഇതിൽ അങ്ങനെയല്ല, ഇതിലുള്ള ടെക്നിക്കൽ ടേംസ് ആണ്. അത് വേണ്ട, ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. സിമെട്രിക്കലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുമില്ല, നമ്മൾ ഡിസ്പ്ലേ ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനെയാണ് സിമെട്രിക്കലി എന്ന് പറയുന്നത്. ഓക്കെ, അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ പ്രോബ്ലം ഒന്നുമില്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഡിസ്പ്ലേ ആൻഡ് ഓർഗനൈസ് പ്രൊഡക്റ്റ് ഓർഗനൈസ് ചെയ്ത് അതിനെ സിമെട്രിക്കലി അറേഞ്ച് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെന്താ, പ്രൊവൈഡ് ഡീറ്റെയിൽഡ് പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ, എക്സാമ്പിൾ ഫീച്ചേഴ്സ്, സ്പെസിഫിക്കേഷൻസ്, പ്രൈസ്, അതെല്ലാം ഏതിലുണ്ടാവും, പ്രൊഡക്റ്റ് കാറ്റലോഗിൽ ഉണ്ടാവും. ബിൽഡ് എ ബ്രാൻഡ് ഐഡന്റിറ്റി ആൻഡ് എൻഹാൻസ് ദ കസ്റ്റമർ ട്രസ്റ്റ്. അവിടെ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യും ഇത് വെച്ചിട്ട്. ഓക്കെ, അത് ഞാൻ ഇതിൽ തന്നെ പറയാനുണ്ട് അതിന്റെ കാര്യങ്ങൾ. ഓക്കെ, ആക്ട് ആസ് എ സെയിൽ ടൂൾ. ഓക്കെ, ഇത് അതായത് നമ്മളെ പ്രൊഡക്റ്റ് കാറ്റലോഗ് എന്ന് പറയുന്നത് ഒരു സെയിൽ ടൂളായിട്ടും വർക്ക് ചെയ്യും. അതായത് ഈ പ്രൊഡക്റ്റ് കാറ്റലോഗ് കണ്ടിട്ട് ആൾക്കാർ പർച്ചേസ് ചെയ്യും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മൾ ഫർണിച്ചറിന്റെ ഷോപ്പിലൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് കാറ്റലോഗ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാ, അത് കണ്ടിട്ട് അവർ പർച്ചേസ് ചെയ്യാനാണ്. അപ്പോൾ അതൊരു സെയിൽ ടൂളായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മളത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വർക്ക് ചെയ്യണം, എൻഗേജിങ് ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ സെർവ് ആസ് എ റെഫറൻസ് ടൂൾ ഫോർ സെയിൽസ് ടീം ആൻഡ് കസ്റ്റമേഴ്സിനും സെയിൽസ് ടീമിനും റെഫറൻസ് ടൂളായിട്ടും എന്ത് കൊടുക്കും, നമ്മൾ ഈ പ്രൊഡക്റ്റ് കാറ്റലോഗ് കൊടുക്കും. പിന്നെ അതിന്റെ സ്റ്റാൻഡേർഡ് സൈസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സ്മോൾ കാറ്റലോഗിന്റെ ഇഞ്ചസ് യൂസ് ചെയ്യുന്ന ഐഡിയൽ ഫോർ ഫോക്കസ്ഡ് പ്രൊഡക്റ്റ് കളക്ഷൻസ്. ഓക്കെ, പ്രൊഡക്റ്റ് കളക്ഷൻസിനാണ് സ്മോൾ കാറ്റലോഗ് യൂസ് ചെയ്യുക. സ്റ്റാൻഡേർഡ് കാറ്റലോഗ് കോമൺ സൈസ് ഫോർ കോംപ്രഹെൻസീവ് പ്രൊഡക്റ്റ് കാറ്റലോഗ്. കോമൺ സൈസ് ആണ് സ്റ്റാൻഡേർഡ് കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ലാർജ് കാറ്റലോഗ് ബെസ്റ്റ് ഫോർ ഡീറ്റെയിൽഡ് പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ. അത് മനസ്സിലായോ? അതായത് ഡീറ്റെയിൽഡ് പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ ആണ് ലാർജ് കാറ്റലോഗിൽ ഉണ്ടാവുക. പിന്നെ സ്ക്വയർ കാറ്റലോഗ് മോഡേൺ ആൻഡ് സ്റ്റൈലിഷ് ലുക്ക് കിട്ടും. സ്ക്വയർ കാറ്റലോഗ് യൂസ് ചെയ്താൽ ഡിജിറ്റൽ കാറ്റലോഗ് ഫോർ സോഷ്യൽ മീഡിയ ആൻഡ് ഓൺലൈൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ത് യൂസ് ചെയ്യുക, ഡിജിറ്റൽ കാറ്റലോഗ് യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ? പിന്നെ കാറ്റലോഗിന്റെ ഫോർമാറ്റ് ആണ് സിംഗിൾ പേജ് കാറ്റലോഗ് ഉണ്ട്, ബൈഫോൾഡ്, ട്രൈഫോൾഡ് കാറ്റലോഗ് ഉണ്ട്, ബുക്ക്ലെറ്റ് കാറ്റലോഗ് ഉണ്ട്. സിംഗിൾ പേജ് എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഫോർ സ്മോൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ഓൺ സീസണൽ ഓഫേഴ്സിനോ ഐഡിയൽ ഫോർ സ്മോൾ പ്രൊഡക്റ്റ് ലിസ്റ്റിനൊക്കെയാണ് നമ്മൾ സിംഗിൾ പേജ് യൂസ് ചെയ്യുക. ഈ സീസണൽ ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നിങ്ങൾ ഇമേജിന്റെ അതുപോലെ മൈജിന്റെ പിന്നെ എന്തൊക്കെ ഉള്ളത്, ഇമേജ്, മൈജി, അവരുടെയൊക്കെ ഈ നമ്മുടെ ന്യൂസ് പേപ്പറിന്റെ കൂടെ അവരുടെയൊക്കെ എന്ത് കിട്ടും, ഒരു കാറ്റലോഗ് കിട്ടും. ഓഫറിന്റെ സമയത്ത് കിട്ടും. എ സിക്ക് ഇത്ര റേറ്റ് ഉണ്ട്, ഞങ്ങളുടെ ഓഫർ പ്രൈസ് ഇത്രയാണ്, EMI ഇത്രയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഉണ്ടാവില്ലേ. ഓക്കെ, അതെന്താ, അതൊരു സീസണൽ ഓഫേഴ്സ് അല്ലേ, മനസ്സിലായോ? ഓക്കെ.
ഓക്കെ. പിന്നെ യൂസ്ഡ് ഫോർ ഫ്ലെയർ സ്റ്റൈൽ കാറ്റലോഗ്സ്. ഈ ഫ്ലെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഫ്ലെയർ സ്റ്റൈൽ കാറ്റലോഗ് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ കാണിച്ചു തരാം. ഫ്ലെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പേജ് ഒരു ഫ്ലെയർ പോലെയും പിന്നെ അതിന്റെ പുറകിൽ നമ്മുടെ കാറ്റലോഗ് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഉള്ളതിനെയാണ് ഫ്ലെയർ സ്റ്റൈൽ കാറ്റലോഗ് എന്ന് പറയാം. ഓക്കെ. അതിന് നമുക്ക് ഫ്ലെയർ അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടുന്നില്ല. ഓക്കെ, ഇത് കണ്ട, ഇതൊരു ഫ്ലെയർ സ്റ്റൈൽ പ്രൊഡക്റ്റ് കാറ്റലോഗാണ്. ഓക്കെ. ഇവിടെ ഇത് ഫ്ലെയർ ഡിസൈൻ ആണ്. ഇവിടെ ഫസ്റ്റ് പേജിൽ ഫ്ലെയറും സെക്കൻഡ് പേജിൽ എന്താണ് വരിക, ഇവിടെ പ്രൊഡക്ട്സിന്റെ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് അതിനാണ് ഫ്ലെയർ സ്റ്റൈൽ എന്തെന്ന് പറയാ, കാറ്റലോഗ് എന്ന് പറയാം. ഓക്കെ. പക്ഷേ ഈ ടൈപ്പ് കാറ്റലോഗ് ഒക്കെ യൂസ് ചെയ്യുന്നവർ റയർ ആണ്, അങ്ങനത്തെ കാറ്റലോഗ് യൂസ് ചെയ്യാറില്ല. ഓക്കെ. പിന്നെ ബൈഫോൾഡ്, ട്രൈഫോൾഡ്, സ്യൂട്ടബിൾ ഫോർ സ്മോൾ ആൻഡ് മീഡിയം പ്രൊഡക്റ്റ് കളക്ഷൻ, ഹെൽപ്പ് ടു ഓർഗനൈസ് കണ്ടന്റ് ഇൻ ടു ലോജിക്കൽ സെക്ഷൻസ്. പിന്നെ ബുക്കിലേറ്റ്, ബെസ്റ്റ് ഫോർ ലാർജ് പ്രൊഡക്റ്റ് കളക്ഷൻ ആൻഡ് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻസ്, അലോ ഫോർ മൾട്ടിപ്പിൾ സെക്ഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് കാറ്റഗറൈസ് ആൻഡ് ഇൻഫർമേഷൻ. ഇതെന്താ അറിയോ, നമ്മൾ ഒരു സീസണിന് വേണ്ടി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് കാറ്റലോഗ് ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ പേജ് യൂസ് ചെയ്യുള്ളൂ. പിന്നെ ബുക്ക്ലെറ്റ് എന്ന് പറയുന്നത് അവർ ലൈഫ് ടൈമിലോട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കാറ്റലോഗാണ് ബുക്ക്ലെറ്റ് എന്ന് പറയുന്നത്. ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കൊല്ലത്തിനോ അല്ലെങ്കിൽ ഒരു 2 കൊല്ലത്തിനൊക്കെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കാറ്റലോഗാണ് എന്തിന് നമ്മൾ ബുക്ക്ലെറ്റിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം എന്താ, ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു സൈക്കിളിൻ്റെ സൈക്കിളിൻ്റെ ഇപ്പം എന്താ പറയുക, സൈക്കിളിൻ്റെ മറ്റേ ഇതിനെന്താ പറയുക, ഒരു സൈക്കിളിൻ്റെ ഫ്രാഞ്ചൈസിയാണ്. ഓക്കെ. അവിടെ ഒരുപാട് മോഡലിൽ ഒരുപാട് ടൈപ്പ് ഓഫ് സൈക്കിൾ അവിടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, ഒരു ബുക്ക് മാതിരിയുള്ള എന്ത് ക്രിയേറ്റ് ചെയ്യണം, ഒരു കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യണം. അതെന്തിനാണ് യൂസ് ചെയ്യുക, അത് ഒരു കൊല്ലത്തേക്കോ 2 കൊല്ലത്തേക്കോ ആണ് അത് യൂസ് ചെയ്യുക. കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്കത് കൊടുത്തിട്ട് ഇവിടുത്തെ ബെസ്റ്റ് ആയിട്ടുള്ള സൈക്കിള്, ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള സൈക്കിള്, കസ്റ്റമറുടെ റൈറ്റിംഗ് തന്നിട്ടുള്ള സൈക്കിള്, ആ സൈക്കിളിൻ്റെ ഫീച്ചേഴ്സ്, ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സൈക്കിൾസിൻ്റെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സൈക്കിൾസിൻ്റെ പ്രൈസ് കാര്യങ്ങൾ, ഡിസ്ക്രിപ്ഷന്, ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കാനാണ്. ഓക്കെ. അത് യൂസ് ചെയ്യുക. ഇത് ഒരു സീസണിന് മാത്രമാണോ അത് യൂസ് ചെയ്യുക, അല്ലല്ലോ. ഇത് ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു 1-2 കൊല്ലത്തിനാണ് അത് യൂസ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അപ്ഡേഷൻ വരുമ്പോഴാണ് ആ ബുക്ക്ലെറ്റ് ഫോർമാറ്റിലുള്ള കാറ്റലോഗ് എന്ത് ചെയ്യുള്ളൂ, അവർ അപ്ഡേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ബുക്ക്ലെറ്റ് ഫോർമാറ്റിലുള്ള കാറ്റലോഗ് എന്ന് പറയുന്നത് നമുക്കൊരു 6 പേജസ് ഉണ്ടാവും. ടോട്ടൽ 12 സൈഡ് ഉണ്ടാവും. 6 പേജ് ഡിപ്പെൻസ് ആണ്. ഓക്കെ. ഒരുപാട് ആക്കിയാൽ എന്ത് സംഭവിക്കും, കസ്റ്റമേഴ്സ് അത് മുഴുവൻ വായിക്കൂല. ഓക്കെ. അതുകൊണ്ടാണ് മിനിമലായിട്ട് ഒരു 6 പേജസ് ഒക്കെ ഉണ്ടാവലുള്ളൂ പൊതുവെ. ഓക്കെ. പിന്നെ ഡിപ്പെൻസ് അപ്പോൺ ആണ്. അപ്പോൾ ക്ലയൻറ്റിന് ഒരുപാട് പേജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ഈ ബൈഫോൾഡ്, ട്രൈഫോൾഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മീഡിയം പ്രൊഡക്റ്റ് കളക്ഷന് മീഡിയം ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാണ് ബൈഫോൾഡും ട്രൈഫോൾഡും ആഡ് ചെയ്യുക. ബൈഫോൾഡ് എന്ന് പറഞ്ഞാൽ 2 പേജ് 4 സൈഡ്, ട്രൈഫോൾഡ് എന്ന് പറഞ്ഞാൽ 6 സൈഡ് 6 പേജ്, അല്ല 3 പേജ് 6 സൈഡ്. ഓക്കെ. പിന്നെ സിംഗിൾ പേജ് എന്ന് പറഞ്ഞാൽ 1 പേജ് ഉണ്ടാവുള്ളൂ, 2 സൈഡ് ഉണ്ടാവും. ഓക്കെ. അതിനാണ് യൂസ് ചെയ്യുക. പിന്നെ കീ എലമെന്റ്സ് ഓഫ് പ്രൊഡക്റ്റ് കാറ്റലോഗ്. ഒരു സക്സസ്ഫുൾ പ്രൊഡക്റ്റ് കാറ്റലോഗിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് എല്ലാത്തിലും ഇൻക്ലൂഡഡ് ആവണം എന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരു വലിയ ബുക്ക്ലെറ്റ് പോലത്തെ പ്രൊഡക്റ്റ് കാറ്റലോഗ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എലമെന്റ്സ് ഒക്കെ അതിലുണ്ടാവും. ഓക്കെ. ഒരു സീസണൽ പ്രൊഡക്റ്റ് കാറ്റലോഗ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എലമെന്റ്സ് മുഴുവൻ അതിലുണ്ടാവില്ല. ഇത് പറഞ്ഞ എലമെന്റ്സ് മുഴുവൻ അതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല.
മനസ്സിലായോ? ഓക്കെ, ഫസ്റ്റ് ഇതെന്താ കവർ പേജ്. പ്രൊഫഷണൽ ഐ ക്യാച്ചിങ് ഡിസൈൻ വിത്ത് ലോഗോ ആൻഡ് ബ്രാൻഡിങ്. ലോഗോയും ബ്രാൻഡിങ് ഒക്കെ വെച്ചിട്ട് കവർ പേജ് ഉണ്ടാവും. പിന്നെ ടേബിൾ ഓഫ് കണ്ടന്റ്സ്, ഇതെന്താ ഓപ്ഷണൽ ആണ്. കാരണം എന്താ, ഇപ്പോൾ ഒരു 2 പേജുള്ള പ്രൊഡക്റ്റ് കാറ്റലോഗിന് എന്തിനാണ് ടേബിൾ ഓഫ് കണ്ടന്റ്സ്? ടേബിൾ ഓഫ് കണ്ടന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആ കാറ്റലോഗിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ഷോർട്ടായിട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനെയാണ് ടേബിൾ ഓഫ് കണ്ടന്റ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു 2 പേജുള്ള പ്രൊഡക്റ്റ് കാറ്റലോഗിന് എന്തിനാണ് ടേബിൾ ഓഫ് കണ്ടന്റ്സിന്റെ ആവശ്യം? ഓക്കെ, അപ്പോൾ ഇതെന്താ ഓപ്ഷണലാ. മൾട്ടിപ്പിൾ ബുക്കിലെറ്റ് രീതിക്കുള്ള പ്രൊഡക്റ്റ് കാറ്റലോഗ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മാത്രം ടേബിൾ ഓഫ് കണ്ടന്റ്സ് മതി. മനസ്സിലായോ? പിന്നെ കാറ്റഗറി സെക്ഷൻസ്, ഇതും ഒരു മീഡിയം ടു ബുക്ക്ലെറ്റ് അവിടെ അത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് മതി, കാറ്റഗറി സെക്ഷൻസ് മതി. ലോജിക്കൽ ഗ്രൂപ്പിംഗ് ഓഫ് ദ പ്രൊഡക്റ്റ്. ഓക്കെ, കാരണം എന്താ, ഗ്രൂപ്പ് ചെയ്യാണ് പ്രൊഡക്റ്റിനെ. അതായത് ഇലക്ട്രോണിക് ആക്സസറീസ് മാത്രം, പിന്നെന്താ അവിടെ കിടെ ഫോണിനെ മാത്രം നമ്മൾ കാറ്റഗറൈസ് ചെയ്യും, വാച്ചിനെ മാത്രം കാറ്റഗറൈസ് ചെയ്യും. അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെക്കുന്നതിനാണ്. അപ്പം അങ്ങനെ കാറ്റഗറൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? അത്രയും പ്രൊഡക്റ്റ് വേണം. ഓക്കെ, അപ്പം അത്രയും പ്രൊഡക്റ്റ് ഏതിലുണ്ടാവുക? ഒരു മീഡിയം തൊട്ട് ബുക്ക്ലെറ്റ് വരെ അതിലുണ്ടാവുള്ളൂ. പിന്നെ പ്രൊഡക്റ്റ് ഇമേജ്, അത് എല്ലാത്തിലും ഉണ്ടാവും. ഹൈ ക്വാളിറ്റി ഇമേജ് ഷോയിങ് ദ പ്രൊഡക്റ്റ്, ആംഗിൾസ്, ഫീച്ചേഴ്സ് ആൻഡ് കോൺടാക്സ്റ്റ്. ഈ ആംഗിൾസ് എന്ന് വെച്ചാൽ എന്താ അറിയോ? ഇപ്പോൾ നമ്മൾ ഒറ്റ പ്രൊഡക്റ്റിന്റെ ഞാൻ നേരത്തെ BMW എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് കാറ്റലോഗ് ഉണ്ടാക്കുന്നത് ആ BMW മാത്രമാണ്. അപ്പോൾ ആ BMW എന്ത് വേണം നമുക്ക്? മൾട്ടിപ്പിൾ ആംഗിൾസിൽ, മൾട്ടിപ്പിൾ സ്ഥലമല്ല, ആ BMW തന്നെ മൾട്ടിപ്പിൾ സൈഡിൽ നിന്ന് എടുത്ത ഫോട്ടോസ് നമുക്ക് വേണം. ഓക്കെ, പിന്നെ ഇമേജസ് ക്ലയൻറ്റ് നമുക്ക് തരും. ഓക്കെ, ഇപ്പോൾ തരാത്ത കേസ് ഉണ്ടാവും. അതായത് ഇലക്ട്രോണിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഫോണിൻ്റെ, ഇപ്പോൾ നിങ്ങൾ ഒരു ഇപ്പോൾ ഇമേജ് അറിയില്ലേ, ഇമേജിന് നിങ്ങളൊരു പ്രൊഡക്റ്റ് കാറ്റലോഗ് ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഐഫോണ്, ആപ്പിൾ വാച്ച്, ഐമാക്ക്, ഇതിൻ്റെയൊക്കെ ഇമേജ്, ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് അവർ നമുക്ക് തരേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതല്ലേ? കാരണം അവർ തന്നാലും നമ്മളെടുത്താൽ സാധനം സെയിം തന്നെയല്ലേ, വലിയ മാറ്റമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനത്തെ കേസിൽ അവർ ഫോട്ടോ തരേണ്ട ആവശ്യമില്ല. പക്ഷേ സ്പെസിഫിക് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് എന്ത് തരും? ഫോട്ടോ തരും. ഓക്കെ, നമ്മുടെ ഇപ്പം എന്തിൻ്റെ പറയുക, ഫർണിച്ചറിൻ്റെ കാര്യമൊക്കെ അവരുടേതായിട്ടുള്ള ഫർണിച്ചറാണ് എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് എവിടുന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റാത്ത ഫർണിച്ചർ ആണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് തരും. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഫോട്ടോസ് അവരോട് ചോദിക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അത് ഡീൽ ചെയ്യണം. അതായത് എന്തിനാണ് കാറ്റലോഗ് എന്ന് ചോദിച്ചാൽ തന്നെ അവർ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ആവശ്യത്തിനാണ് കാറ്റലോഗ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഫോട്ടോ കിട്ടുമോ കിട്ടൂലേ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അവരോട് പറയാം. ഓക്കെ, പിന്നെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, ക്ലിയർ ആൻഡ് കൺസിസ് ഡീറ്റെയിൽ അബൌട്ട് ഫീച്ചേഴ്സ്, ബെനിഫിറ്റ് ആൻഡ് സ്പെസിഫിക്കേഷൻ. പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. പിന്നെ പ്രൈസിങ് കൊടുക്കണം. പിന്നെ കമ്പനി ബ്രാൻഡിങ്, ലോഗോ, കളർ ഷെയിം, ടൈപ്പോഗ്രാഫി, കൺസിസ്റ്റൻറ്റ് ബ്രാൻഡ് ഐഡന്റിറ്റി, കോൾ ടു ആക്ഷൻ ബട്ടൺ നമ്മൾ കൊടുക്കും. പിന്നെ കോൺടാക്ട് ഇൻഫർമേഷനും നമ്മൾ എന്തിലുണ്ടാവും? ഒരു പ്രൊഡക്റ്റ് കാറ്റലോഗിലുണ്ടാവും. ഓക്കെ, പിന്നെ അടുത്ത എന്താ? പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ. ഈ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടായിരിക്കും. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫീച്ചേഴ്സ് പറയാതെ ഇത് വാങ്ങിച്ചാൽ കസ്റ്റമർക്ക് എന്താണ് ബെനഫിറ്റ്, അതാണ് നമ്മൾ പറയേണ്ടത്. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പ്രൊഡക്റ്റ് കാറ്റലോഗിന് ഒരു സെയിൽ ടൂളായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ലിസ്റ്റ് ചെയ്യാതെ ഇത് വാങ്ങിച്ചാൽ കസ്റ്റമർക്ക് എന്താണ് അതുകൊണ്ട് ബെനഫിറ്റ് എന്നുള്ളതാണ് നമ്മൾ അതിൽ കൊടുക്കുക. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു പ്രൊഡക്റ്റിൻ്റെ, ഒരു ഷൂവിൻ്റെ താഴെ ഞാൻ കൊടുക്കുകയാണ്, ഓർ ഷൂ ആർ മെയ്ഡ് ജെനുവിൻ ലെതർ, ഓർ ഷൂ ആർ മെയ്ഡ് ഓഫ് ജെനുവിൻ ലെതർ. അതായത് ഞങ്ങളുടെ ഷൂ ഉണ്ടാക്കിയിട്ടുള്ളത് ജെനുവിൻ ലെതർ, ഒറിജിനൽ ലെതർ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളുടെ ഷൂ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇതെന്താ? ഇതൊരു ഫീച്ചറാണ്. ഇതിന് പകരം ഞാൻ എന്ത് പറയാണ്? സ്റ്റെപ്പ് ഇൻ ടു കംഫർട്ട് വിത്ത് അവർ പ്രീമിയം ലെതർ ഷൂ ഡിസൈൻഡ് ഫോർ ഓൾ ഡേയ്സ് വിയർ. അതേ സാധനം ഞാൻ എന്ത് പറഞ്ഞു? എങ്ങനെ പറഞ്ഞു? ഞങ്ങളുടെ ഷൂ നിങ്ങൾക്ക് എന്താണ്? സ്റ്റെപ്പ് ഇൻ ടു കംഫർട്ട് വിത്ത് അവർ പ്രീമിയം ലെതർ ഷൂ ഡിസൈൻഡ് ഫോർ ഓൾ ഡേയ്സ്. എല്ലാ ദിവസത്തേക്കും ധരിക്കാൻ പറ്റുന്ന പ്രീമിയം ലെതർ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളുടെ ഷൂ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. ഇത് രണ്ടും തമ്മിൽ മാറ്റല്ലേ? മനസ്സിലായോ? ആദ്യം നമ്മൾ പറഞ്ഞത് ഫീച്ചർ, പിന്നീട് നമ്മൾ പറഞ്ഞത് ക്ലയന്റിന് കിട്ടുന്ന ബെനഫിറ്റ്. ഇത് വാങ്ങിച്ചാൽ ക്ലയന്റിന് കിട്ടുന്ന ബെനഫിറ്റ്, അതാണ് മാറ്റം. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തുണ്ടാക്കണം? ഒരു പ്രൊഡക്റ്റ് കാറ്റലോഗ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്താകണം? ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അതെന്ത് ചെയ്യാറിയോ? നിങ്ങൾ ആദ്യം ഒരു പ്രൊഡക്റ്റ് കാറ്റലോഗ് നമ്മളിവിടെ റീക്രിയേറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഞാൻ തന്നിട്ട് ഈ നോട്ടൊക്കെ നിങ്ങൾക്ക് താഴെ ഉണ്ടാവും, ഡൗൺലോഡ് ചെയ്തെടുക്കാം, PDF കിട്ടും. ഈ നോട്ട് ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഒരു പ്രൊഡക്റ്റ് കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ.
ഓക്കെ, കാരണം എന്താ വെച്ചാൽ പ്രൊഡക്റ്റ് കാറ്റലോഗിൽ നിങ്ങൾ എക്സ്പേർട്ട് ആയ പ്രൊഡക്റ്റ് കാറ്റലോഗിനൊക്കെ അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് കിട്ടുന്ന വർക്കാണ് പ്രൊഡക്റ്റ് കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം ഒരു 6 വർക്ക് കിട്ടിയാൽ മതി ഒരു പ്രൊഡക്റ്റ് കാറ്റലോഗിൻ്റെ. പിന്നെ നിങ്ങൾക്ക് ഒരു വർക്കും വേണ്ട, പിന്നെ നിങ്ങൾക്ക് വെറുതെ അടക്കാം. നിങ്ങൾ ഇതിൽ എക്സ്പേർട്ടായ പിന്നെ നിങ്ങൾക്ക് തന്നെ മതി. അതാണ് ഞാൻ അവസാനത്തെ സെക്ഷനിൽ പറഞ്ഞുതരാം. നമുക്കിനി തിയറി കുറച്ച് ഫ്രീലാൻസിങ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് തിയറി പറയണ്ട, അവിടെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് നോക്കിയിട്ട് തന്നെ, അതായത് ആദ്യം നമ്മൾ ഡിസൈൻ റീക്രിയേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഇതിൽ ചെയ്ത് നിങ്ങൾ ഇതിൽ എക്സ്പേർട്ട് ആവുക. ഓരോ സെക്ഷനും നോക്കി കണ്ട് നിങ്ങൾ അതിനെ ചെയ്ത് എക്സ്പേർട്ട് ആവുക. ഓക്കെ, അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് കിട്ടുന്നതാണ് പ്രോഡക്റ്റ് കാറ്റലോഗ് എന്ന് പറയുന്നത്. ഇത് പ്രിൻറ്റബിൾ മെറ്റീരിയലാണ്. പ്രിൻറ്റബിളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ക്ലയൻറ്റിനോട് ഡിസ്കസ് ചെയ്തിട്ട് നോക്കിയും കണ്ടെല്ലാം ചെയ്യാം. അല്ലേ? ഓക്കെ അല്ലേ? നമ്മളെ ഭാഗത്ത് നമ്മളെ സൈഡ് എന്തായിരിക്കണം, നമ്മൾ ക്ലിയർ ആയിരിക്കണം. പിന്നെ യൂസ് ബുള്ളറ്റ് പോയിന്റ് ഫോർ സ്പെസിഫിക്കേഷൻസ് നമ്മൾ ബുള്ളറ്റ് പോയിന്റ് ഉപയോഗിക്കുക. അതായത് മെറ്റീരിയൽ ബോൾഡ് ആക്കിയിട്ട് കണ്ട മെറ്റീരിയൽ, കളർ ഓപ്ഷൻ, സൈസ് ഇതെല്ലാം ബോൾഡ് ആക്കിയിട്ടുണ്ടോ, ബുള്ളറ്റ് പോയിന്റ് ആക്കിയിട്ട്. ബുള്ളറ്റ് പോയിന്റ് എന്ന് പറഞ്ഞ പോയിന്റ് ആണ്, ഇവിടെ ബോൾഡ് ആക്കിയിട്ടുണ്ടോ, ബുള്ളറ്റ് പോയിന്റ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ബോൾഡ് ആക്കിയിട്ടോ. അപ്പോൾ മെറ്റീരിയൽ ബോൾഡ് ആക്കി, എന്നിട്ട് ഓട്ടോ 100% ജെനുവിൻ ലെതർ, കളർ ഓപ്ഷൻ ബ്ലാക്ക്, ബ്രൗൺ, ടാന്, സൈസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഹൈലൈറ്റിംഗ് കീ സെല്ലിംഗ് പോയിന്റ്, അതായത് നമുക്കിത് സെയിൽ ചെയ്യണമല്ലോ. അപ്പോൾ കീ സെല്ലിംഗ് പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം, ഹൈലൈറ്റ് ചെയ്യണം. അതായത് വായിച്ചുതരാം. വാട്ടർ റെസിസ്റ്റൻറ്റ് ഫോർ ആഡഡ് പ്രൊട്ടക്ഷൻ, വാട്ടർ റെസിസ്റ്റൻറ്റ് കോട്ടിംഗ് ഫോർ ആഡഡ് പ്രൊട്ടക്ഷൻ, ലിമിറ്റഡ് എഡിഷൻ, ഓൺലി 500 അവൈലബിൾ, എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽ, 100% റീസൈക്കിൾഡ്. അതായത് ഇതെന്താ, ഇതൊരു കീ സെല്ലിംഗ് പോയിന്റ്സ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനിപ്പോൾ എന്ത് പറഞ്ഞു, ആകെ 500 അവൈലബിൾ ആയിട്ടുള്ളൂ, ലിമിറ്റഡ് എഡിഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ഇതുവരെ വായിച്ചിട്ട്, അതായത് ബി വരെ വായിച്ചിട്ട് കസ്റ്റമർ എന്താണ്, വാങ്ങണ്ടേ എന്നുള്ളൊരു പോയിന്റിലാണ് നിൽക്കുന്നത്. മനസ്സിലായോ? ഈ ബി വരെ വായിച്ചിട്ട് കസ്റ്റമർ കൊള്ളാം, ഇത് വാങ്ങിയാൽ കൊള്ളാം, ഓക്കെ, എന്നാൽ ഇപ്പം വാങ്ങണ്ട, നമുക്ക് പിന്നീട് വന്ന് വാങ്ങാം എന്നുള്ളൊരു പോയിന്റിലാണ് നിൽക്കുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു കീ എലമെന്റ് എന്തിട്ടു, ആകെ 500 പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ, ഇത് ലിമിറ്റഡ് എഡിഷൻ ആണെന്ന് പറഞ്ഞു. പിന്നെ കസ്റ്റമർക്ക് എന്തില്ല, അവിടെ ഒരു ഓപ്ഷൻ ഇല്ല. കസ്റ്റമർക്ക് എന്തായി, ഒരു പേടിയല്ല, ഒരു ആദ്യമായി എന്ത്, ഇനി ഇത് കിട്ടൂലേ എന്നുള്ള ഒരു ആദി. മനസ്സിലായ? ഇതെല്ലാവരും യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, ഇതിനാണ് സ്ട്രാറ്റജിക് സെയിലിംഗ് ടെക്നിക്ക് എന്നൊക്കെ പറയും. ഓക്കെ, സെയിൽസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുന്നുണ്ട് വേറെ സെക്ഷനിൽ. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റിന് എന്തായി, ഒരു പേടി അല്ലെങ്കിൽ ഒരു ആദ്യമായി ഇത് കിട്ടൂലെന്ന്. അപ്പോൾ അവരത് വാങ്ങിക്കാനുള്ള ചാൻസ് പിന്നെയും കൂടി. മനസ്സിലായോ? പിന്നെ നമ്മൾ എന്ന് പറഞ്ഞു, ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, അത് വാട്ടർ റെസിസ്റ്റൻ്റ് കോട്ടിംഗ് ഉണ്ട് ഇതിന്, അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് വാട്ടർ റെസിസ്റ്റൻ്റ് കോട്ടിംഗ് ഉണ്ട്, വാട്ടർ ഡാമേജിന് ഇതിന് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അത് എക്കോ ഫ്രണ്ട്ലി ആണ്, 100% റീസൈക്കിൾ ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അവരെ ഇൻഡയറക്റ്റ് ആയിട്ട് അത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഇത് ക്രിയേറ്റ് ചെയ്തത് ഏതുമെന്ന ലിമിറ്റഡ് എഡിഷൻ ആണ്, 500 അവൈലബിൾ ഉള്ളൂ. മനസ്സിലായോ? അതിനാണ് ഹൈലൈറ്റിംഗ് കീ സെയിലിംഗ് പോയിന്റ്. ഈ കീ സെയിലിംഗ് പോയിന്റ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുക, നമ്മളെ സീസണൽ കാറ്റലോഗിനാണ് നമ്മൾ ഉപയോഗിക്കുക. സീസണൽ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റിന് വേണ്ടി ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ കീ സെയിലിംഗ് പോയിന്റ് ഉപയോഗിക്കുക. ഓക്കെ, പിന്നെ പ്രൈസിങ് പ്രസൻറ്റേഷൻ, യൂസ്ഡ് ബോൾഡ് ഫോണ്ട് ഫോർ പ്രൈസിങ് ടു മേക്ക് നോട്ടീസബിൾ. എക്സാമ്പിൾ, ഓക്കെ, പ്രൈസിങ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പ്രൊഡക്റ്റ് കാറ്റലോഗിൽ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൊടുക്കൂലേ, ഇവിടെ ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് 2-3 പേജുള്ളത് ഒരുപാട് കിട്ടുമെന്ന് നോക്കി, പക്ഷേ 2-3 പേജുള്ളത് നമുക്ക് കിട്ടാനില്ല. ഓക്കെ, കിട്ടുന്നുണ്ട്, പക്ഷെ നമുക്ക് എന്തല്ല, അത് ഒറ്റ ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് എല്ലാ പേജും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് റീക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല മീൻസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. കണ്ട, നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്യാനോ ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കറക്റ്റായിട്ട് എന്താണെന്നില്ല, കാണുന്നില്ല. എത്ര സൂം ചെയ്തിട്ട് പോലും നമുക്ക് ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളതെന്ന് കാണുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, 2 പേജുള്ളത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 2 പേജായാലും എത്ര പേജായാലും ചെയ്യുന്നതിൽ മാറ്റമൊന്നുമില്ല. പേജ് വൈസ് എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. അതായത് ഫസ്റ്റ് കവർ പേജ്, പിന്നെ അത് 2ാമത്തെ പേജ്, പിന്നെ 3ാമത്തെ പേജ്, 4ാമത്തെ പേജ് ആകുമ്പോൾ താഴേക്ക് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ PDF തന്നെ അയച്ചു കൊടുക്കുക. പിന്നെ ക്ലയൻറ്റിനോട് സൈസ് ചോദിച്ചു ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുക, അങ്ങനെ അയച്ചു കൊടുക്കുക. പിന്നെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ മോക്കപ്പ് ഉപയോഗിച്ച് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക,
അതിനനുസരിച്ച് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. പ്രൈസിങ്ങിൻ്റെ കാര്യം, പ്രൈസിങ്ങിലാണ് നമ്മൾ നിന്നല്ലേ. പ്രൈസിങ്ങിൽ ഇതിൽ ഡോളറാണ് കൊടുത്തിട്ടുള്ളത്. ഡോളർ അവിടെ കേട്ടെ. നമ്മൾ പ്രൈസ് നമ്മൾ ബോൾഡ് ഫോണ്ടിൽ കൊടുക്കുക. പ്രൈസ് നമ്മൾ 200 കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓഡ് നമ്പർ യൂസ് ചെയ്യണം, ഈവൺ നമ്പർ യൂസ് ചെയ്യരുത് എന്ന്. പിന്നെ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ലാസ്റ്റ് 2 പൂജ്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അതിനൊരു ലുക്ക്, അതൊരു ബെസ്റ്റ് ഓപ്ഷൻ അല്ല. ബെസ്റ്റ് ഓപ്ഷൻ ഉള്ളിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഇങ്ങനെ തന്നെ കൊടുക്കുക. 2,299 റുപ്പീസ്, അതാണ് ഗുഡ്. ഓക്കെ. പിന്നെ കോൾ ടു ആക്ഷൻ ബട്ടൺ നമ്മൾ കൊടുക്കണം. ഓർഡർ നവോ, കോൺടാക്ട് അസ്, മോർ ഡീറ്റെയിൽസോ, ലിമിറ്റഡ് സ്റ്റോക്ക് അവൈലബിൾ, ആക്റ്റീവ് ഫാസ്റ്റോ, വിസിറ്റ് ഓർ സ്റ്റോർ ഫോർ മോർ ഓപ്ഷൻസോ, അങ്ങനെയൊക്കെ നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് കൊടുക്കാം, കോൾ ടു ആക്ഷൻ ബട്ടൺ കൊടുക്കാം. ചിലപ്പോൾ ആ സിറ്റുവേഷൻ അനുയോജ്യമായ കോൾ ടു ആക്ഷൻ ബട്ടൺ എന്തെങ്കിലും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് അനുയോജ്യമായ കോൾ ടു ആക്ഷൻ ബട്ടൺ നിങ്ങൾ കൊടുക്കണം. ഓക്കെ അല്ലേ? പിന്നെ ലേഔട്ട് ആൻഡ് ഡിസൈൻ പ്രിൻസിപ്പിൾ, ഗ്രിഡ് ബേസ്ഡ് സിസ്റ്റം. ഈ ഗ്രിഡ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവന്റെ സെയിം സൈസ് തന്നെയാണ്. ശ്രദ്ധിച്ചു നോക്കിക്കോ. ഈ സർക്കിൾ കണ്ടോ, ഈ സർക്കിളിന്റെ സെയിം സൈസ് തന്നെയാണ് ഈ സർക്കിളും ഈ സർക്കിളും. ഇവർ രണ്ടാളും തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ് ഇവർ രണ്ടാളും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ. ഇവനും തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ് ഇവനും തമ്മിലുള്ള ഡിഫറൻസ്. തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊരു സൈസ്, ഇത് വേറൊരു സൈസ്, ഇത് വേറൊരു സൈസ്. ഇവന് കുറച്ച് മേലേക്ക്, ഇവൻ കുറച്ച് താഴേക്ക്, ഇവൻ കുറച്ച് മേലേക്ക്. അപ്പൊ നമുക്ക് അതിനൊരു പെർഫെക്ഷൻ കിട്ടുമോ? പെർഫെക്ഷൻ അല്ല, അതിനൊരു പ്രൊഫഷണാലിറ്റി കിട്ടുമോ? അങ്ങനെ ചെയ്താൽ അതിനൊരു പ്രൊഫഷണാലിറ്റി കിട്ടുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രിഡ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഗ്രിഡ് ബേസ്ഡ് സിസ്റ്റം ഒന്നുമില്ല. ഇപ്പം ഞാനിവിടെ പുതിയൊരു പ്രൊഡക്റ്റ് കാറ്റലോഗ് നമുക്ക് ഇതിൽ ടെംപ്ലേറ്റ് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ ഒരു കസ്റ്റം ഡിസൈൻ കൊടുത്തിട്ട് 8.5 ഇഞ്ചസ് ടു 8.5 ഇഞ്ചസ് ടു 11 ഇഞ്ചസ്. ഗ്രിഡ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റിങ്സ് പോയിട്ട് ആഡ് ഗ്രിഡ് കൊടുക്കുക. ഇവിടെ 3 കൊടുക്കുക. 3x3, അതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ആഡ് ഗ്രിഡ് കൊടുക്കുക. ഓക്കെ. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് ഓരോന്ന് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അലൈൻ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ. അതിനാണ് ഗ്രിഡ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഗ്രിഡ് ബേസ്ഡ് നമുക്ക് ഗ്രിഡ് ബേസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതെന്താ അറിയോ, നമ്മൾ ക്യാൻവയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണ്ട, ഗ്രിഡ് ബേസ്ഡ് നമ്മൾ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രിഡ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണം. ക്യാൻവയിൽ ആയതുകൊണ്ട് നമ്മളിത് നീക്കുമ്പോൾ തന്നെ കറക്റ്റ് പൊസിഷനായിട്ട് അവിടെ ലോക്കായി നിൽക്കും. ഓക്കെ. നമുക്കത് ചെയ്യുമ്പോൾ ഞാൻ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ മെയിൻറ്റെയിൻ ദ സ്പേസിങ് ബിറ്റ്വീൻ ആൻഡ് അലൈൻമെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് സ്പേസ് നമ്മൾ കറക്റ്റായിട്ട് അലൈൻ ചെയ്യണം. ഇനി അടുത്തതാണ് ഫോണ്ട് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ ഫോണ്ട് സ്റ്റൈൽ, ടൈറ്റിലിന് ഏത് ഫോണ്ട് കൊടുക്കണം, അതിൻ്റെ സൈസ് എത്രയാണ്, സെക്ഷൻ ഹെഡിങ്ങിന് ഏത് ഫോണ്ട് കൊടുക്കണം, അതിൻ്റെ ഫോണ്ട് ഏതാണ്, പിന്നെ പ്രൊഡക്റ്റ് സാരിഫ് ആൻഡ് ബോൾഡ് സാരി ഫോണ്ട്. ഓക്കെ. പ്രൊഡക്റ്റ് നെയിമിന് ഫോണ്ട് സൈസ്, ഏത് ഫോണ്ട് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു സെറ്റാണ്, മനസ്സിലായോ? ഇതൊരു സെറ്റാണ്. ഇതുപോലെ ഒരുപാട് സെറ്റ് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? നിങ്ങൾ ചാറ്റ് ജി പി ടിയിൽ പോവുക. ചാറ്റ് ജി പി ടിയിൽ പോയിട്ട് ചാറ്റ് ജി പി ടിനോട് പറയാം. ഈ ചാറ്റ് ജി പി ടി എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിലെടുക്കാം. അത് നിങ്ങൾ ചാറ്റ് ജി പി ടിനോട് പറയാം. ഐ ആം ക്രിയേറ്റിംഗ് എ product catalog. Catalog. Creating a product catalog. So create a font set for ലക്ഷോറിയസ് പ്രൊഡക്റ്റ് കാറ്റലോഗ്. നമുക്ക് എന്താ വേണ്ട, ഇത് കോമൺ ആണ്. നമുക്ക് എന്താ വേണ്ട, ഇനി ഞാനൊരു ലക്ഷോറിയസ് പ്രൊഡക്റ്റ് കാറ്റലോഗാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലക്ഷോറിയസ് പ്രൊഡക്റ്റ് കാറ്റലോഗിന് വേണ്ട ഒരു ഫോണ്ട് സെറ്റാണ് എനിക്ക് വേണ്ടത്. ഓക്കെ. പ്രൊഡക്റ്റ് കാറ്റലോഗ്. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യാം, അതിനൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട്
1 സെക്കൻഡ്. എൻ്റെ അടുത്ത് നെറ്റ് കണക്ഷൻ പോയതാണ്, 1 സെക്കൻഡ്. ഫോണ്ട് സെറ്റ് ഫോർ ലക്ഷൂറിയസ് പ്രൊഡക്റ്റ് കാറ്റലോഗ്. അപ്പം ഞാൻ പറയാണ്, ഐ മീൻ ഇതെങ്ങനെ പറയണമെന്നില്ല, ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ ഒന്നും കൂടെ നമ്മൾ എത്രത്തോളം ചാറ്റ് ജി പി ടിനോട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു അത്രത്തോളം നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് നമുക്ക് ബെസ്റ്റ് ആയിട്ട് കിട്ടും. ഐ മീൻ വിച്ച് ടൈറ്റിൽ ആം യൂസ് ക്വസ്റ്റ്യൻ മാർക്ക്, which subheading I am used like this, section heading I am used like this, list for a catalog log, create a table, ഓ നിങ്ങൾക്ക് കാണുന്നില്ലല്ലേ, സോറി. കണ്ട, ഞാൻ ചാറ്റ് ജി പി ടിനോട് പറഞ്ഞു ഞാനൊരു പ്രൊഡക്റ്റ് കാറ്റലോഗ് ഉണ്ടാക്കുകയാണ്, അപ്പോൾ അതിന് വേണ്ടി എനിക്കൊരു ഫോണ്ട് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് തരണം. ഞാനൊരു ലക്ഷറിയസ് പ്രൊഡക്റ്റ് കാറ്റലോഗാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഏത് ഫോണ്ടാണ് ഞാൻ ഹെഡിങ്ങിന് ടൈറ്റിലിന് യൂസ് ചെയ്യേണ്ടത്, ഏത് ഫോണ്ടാണ് ഞാൻ സബ് ഹെഡിങ്ങിന് സെക്ഷൻ ഹെഡിങ് യൂസ് ചെയ്യേണ്ടത്, ഇതുപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ 2 പറഞ്ഞിട്ടുള്ളൂ ചാറ്റ് ജി പി ടിനോട്. എന്നിട്ട് ഞാൻ പറഞ്ഞു ലൈക്ക് ദിസ് ലിസ്റ്റ്, ഇതേ ലിസ്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഇതുപോലത്തെ ലിസ്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ക്രിയേറ്റ് ആ ടാബിൾ എന്ന് കൊടുത്തപ്പോൾ ചാറ്റ് ജി പി ടി എന്ത് ചെയ്യും, എനിക്ക് കംപ്ലീറ്റ് ടാബിൾ എല്ലാത്തിൻ്റെ നമ്മളിവിടെ പറഞ്ഞതിലാകെ 2, 3, 2, 5 ഉള്ളൂ. നമ്മുടെ എല്ലാത്തിനും ഏതൊക്കെ ഫോണ്ട്, അതായത് ഒരു ലക്ഷറിയസ് കാറ്റലോഗിന് നമ്മൾ ഏതൊക്കെ ഫോണ്ട് ഏതൊക്കെ സൈസിൽ ഉപയോഗിക്കണം അതിൻ്റെ എക്സാമ്പിൾ അടക്കം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മെയിൻ ടൈറ്റിൽ ഏതാ ഉപയോഗിക്കേണ്ടത്? മെയിൻ ടൈറ്റിൽ നമ്മൾ ഫോണ്ട് സജസ്റ്റ് ചെയ്യുന്നത് സാരിഫ് ആൻഡ് എലഗൻറ്റ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഫോണ്ടാണ് നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ സെക്ഷൻ ഹെഡിങ്ങിന് നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, സബ് ഹെഡിങ്ങിന് നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്റ്റ് നെയിമിന് നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രൈസിന് നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാത്തിനും നമുക്ക് ചാറ്റ് ജി പി ടി എന്ത് ചെയ്തിട്ടുണ്ട്, സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം ചാറ്റ് ജി പി ടി എന്ത് ചെയ്തിട്ടുണ്ട്, സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഞാനിവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, എനിക്ക് വേണ്ടത് ഒരു ലക്ഷറിയസ് പ്രോഡക്റ്റ് കാറ്റലോഗാണ് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾക്ക് എന്ത് കാറ്റലോഗാണ് വേണ്ടത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. ചാറ്റ് ജി പി ടി എന്ത് ചെയ്തു, നമുക്ക് അതിന് ഏതൊക്കെ കംപ്ലീറ്റ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് തന്നു. ഓക്കെ, അതിൻ്റെ നോട്ടും ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് മെയിൻ ടൈറ്റിൽ സാരിഫ് അല്ലെങ്കിൽ എലഗൻറ്റ് സ്ക്രിപ്റ്റ് ഫോണ്ട് കൊടുക്കുക. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 48 72 കൊടുക്കുക. എന്നിട്ട് അതിനെ ബോൾഡ് ആക്കണം, സെൻറ്റർ ആക്കണം, ഒരു ലക്ഷറിയസ് ഫീൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, എക്സാമ്പിൾ ഫോണ്ട്. ഓക്കെ, ഈ ഫോണ്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതെല്ലാം എക്സാമ്പിൾ ഫോണ്ടാണ്, ലക്ഷറിയസിനുള്ള എക്സാമ്പിൾ ഫോണ്ടാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇവിടെ നോർമൽ ഫോണ്ട്, ആ ഫോണ്ട് എങ്ങനെ ലക്ഷറിയസ് ആക്കാമെന്ന് ഇതുവരെ പറഞ്ഞു. പിന്നെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഫോണ്ട് നമുക്ക് തന്നിട്ടുണ്ട്, ലക്ഷറിയസിൻ്റെ ഫോണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്ത് ചെയ്ത് തന്നിട്ടുണ്ട്, ഒരു സെറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ചാറ്റ് ജി പി ടി എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാണ്ട് പഠിക്കാണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതോളൂ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി കളർ ഷെയിം, ഫോളോ ദ ബ്രാൻഡ് കളർ. അതായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രാൻഡിന് ഒരു കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, ചില ബ്രാൻഡിന് എന്തുണ്ടാവും, അവരുടേതായിട്ടുള്ള കളേഴ്സ് ഉണ്ടാവും. ഓക്കെ, അവരുടേതായിട്ടുള്ള കളേഴ്സ് ഉണ്ടാവും ചില ബ്രാൻഡിന്. ഇപ്പം നമ്മുടെ എക്സാമ്പിൾ ഇപ്പം എന്താ പറയുക, മൗസി അറിയും. ഓക്കെ, മൗസി ബ്രാൻഡിന് എന്തുണ്ട്, യെല്ലോ കളർ അവരുതാണ്. അത് യെല്ലോ അവർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല, അവരുടെ ബ്രാൻഡ് കളർ എന്ന് പറയുന്നത് യെല്ലോയും ഗ്രീനും ആണ്. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു പ്രൊഡക്റ്റ് കാറ്റലോഗ് ഉണ്ടാക്കുമ്പോൾ അവർക്ക് പ്രൊഡക്റ്റ് കാറ്റലോഗിൻ്റെ ആവശ്യമില്ലല്ലോ, ഫുഡല്ല അവരുടെ മെയിൻ. അപ്പോൾ അവരുടെ മെനു ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തിൽ ക്രിയേറ്റ് ചെയ്യണം, യെല്ലോയിലും ഗ്രീനിലും ക്രിയേറ്റ് ചെയ്യണം. അത് അവരെന്നെ പറയും നമ്മളോട്, യെല്ലോയും ഗ്രീനും ആണ് നമ്മുടെ കളർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ബ്രാൻഡിന് ഒരു കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കളറിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കണം ആദ്യം ക്ലയൻറ്റിനോട് നിങ്ങൾക്ക് ബ്രാൻഡ് കളർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് റീക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യണം വേണ്ട, കളർ ചേഞ്ച് ചെയ്യേണ്ടി വരും. പക്ഷേ ഒന്നും കൂടി ആ കളർ ചേഞ്ച് ചെയ്യാൻ എടുക്കുന്ന സമയം നിങ്ങൾക്ക് വേസ്റ്റ് ആവും. ഓക്കെ, നമ്മൾ മാക്സിമം സമയം കുറക്കുക, പെട്ടെന്ന് പരിപാടി തീർക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ലോഡ് പെട്ടെന്നുള്ള കുറഞ്ഞ സമയം കൊണ്ട് ബെസ്റ്റ് ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഒരുപാട് സമയം എടുത്തിട്ട് നമ്മളൊരു ഡിസൈൻ ചെയ്യുക എന്നുള്ളതല്ല. ഓക്കെ, പിന്നെ എന്താ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് എ ബ്രാൻഡ് ലക്ഷറി ബേസ്ഡ് ബ്ലാക്ക് ആൻഡ് ഗോൾഡ് വൈറ്റ് ടോൺസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചാറ്റ് ചോദിച്ചില്ലേ, ഇനി അവിടെ ഞാൻ ചാറ്റ് ആഡ് കളേഴ്സ് എന്നും കൂടി കൊടുത്താൽ ചാറ്റ് കളറിനായിട്ട് വേറൊരു ടേബിളിൽ നിന്ന് കൂടെ നമുക്ക് ആ ടേബിൾ ഉണ്ടാക്കി തരും. ഓക്കെ, ഇനി യൂസ് കളർ സൈക്കോളജി. റെഡ് എന്തിനാണ് യൂസ് ചെയ്യുക, ബ്ലൂ എന്തിനാണ് യൂസ് ചെയ്യുക, ഗ്രീൻ എന്തിനാണ് യൂസ് ചെയ്യുക, ബ്ലാക്ക് യെല്ലോ തന്നിട്ടുണ്ട്. റെഡ് എന്താ എക്സൈറ്റ്മെൻറ്റ് അർജൻസി, ബ്ലൂ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് പിന്നെ കാൽനെസ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് ആൻഡ് പ്രൊഫഷണൽസിനാണ്, സെയിൽ ഐറ്റംസിനാണ് നമ്മൾ റെഡ് ഉപയോഗിക്കുക. ഇലക്ട്രോണിക് ആൻഡ് പ്രൊഫഷണൽസിനാണ് നമ്മൾ ബ്ലൂ ഉപയോഗിക്കുക. ഗ്രീൻ എന്ന് പറഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലിനെസ് ആൻഡ് നാച്ചുറൽ പ്രൊഡക്റ്റ്. നമ്മൾ ഈ ബ്യൂട്ടി പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഫുള്ളി നാച്ചുറൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്യൂട്ടി പ്രൊഡക്റ്റ്, അവരുടെയൊക്കെ പ്രൊഡക്റ്റ് കാറ്റലോഗ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതൊരു ഗ്രീന് ടച്ചിലാണ് കാണാം. കാരണം എന്താ, അതൊരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്. ഒന്നും കൂടെ കാണിക്കാൻ ഈ ആയുർവേദിക് പ്രൊഡക്ട്സിനൊക്കെ ഒരു ഗ്രീൻ ടച്ചാണ് വരിക. ഓക്കെ, ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷറിയസ് ആണ്. യെല്ലോ ആൻഡ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഗ്രാബിംഗ് ആണ്. ഓക്കെ, വാംത്ത് ആൻഡ് അറ്റൻഷൻ ഗ്രാബിംഗ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി പ്രൈസിങ് സ്ട്രാറ്റജി ആണ് അടുത്തത്. നമ്മൾ ഡിസൈനിന് പർച്ചേസ് ചെയ്യുന്നത്, നമ്മൾ പ്രൊഡക്റ്റ് കാറ്റലോഗിൻ്റെ ഡിസൈന് നമ്മൾ വാങ്ങിക്കേണ്ട പ്രൈസിങ് ആണ് അടുത്തത്. ഒരു ബേസിക് സിംഗിൾ പേജ് ആണെന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു പ്രൊഡക്റ്റ് കാറ്റലോഗ് എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് പ്രൊഡക്റ്റ് കാറ്റലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബേസിക് സിംഗിൾ പേജിന് സ്റ്റാർട്ടിങ് വരുന്നത് 1000 തൊട്ട് 3000 വരെയാണ്. ഒരു സിംഗിൾ പേജ് എന്ന് പറഞ്ഞാൽ ആകെ 2 സൈഡ് അതിനുണ്ടാവുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഇനി ഇത് കഴിഞ്ഞിട്ട് ടെംപ്ലേറ്റിൻ്റെ കേസ് വേറെ ഉണ്ട്. ടെംപ്ലേറ്റ് ഇഷ്ടംപോലെ ടെംപ്ലേറ്റ് എല്ലാ ഫീൽഡിലും നമുക്ക് എതിരുണ്ട്, ക്യാൻവയിലുണ്ട്. ഓക്കെ, നിങ്ങൾ ടെംപ്ലേറ്റിൽ എഡിറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, സെൽഫായിട്ട് കുറേ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ സെൽഫായിട്ട് നിൽക്കുക. ഈ സെൽഫായിട്ട് ഞാൻ എന്തിനാണ് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത് അറിയോ? ഇപ്പം നിങ്ങൾക്ക് പ്രീമിയം കസ്റ്റമേഴ്സ് വരും. ഓക്കെ, ഈ പ്രീമിയം കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും, അതായത് പ്രീമിയം കസ്റ്റമേഴ്സാണ് ബെസ്റ്റ്. പ്രീമിയം കസ്റ്റമേഴ്സിന് ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അവർ നല്ല ക്യാഷ് നമുക്ക് പേ ചെയ്യും. അതുപോലെ 1-2 ഡിസൈനിൽ അവർ ഓക്കെയും ആവും. ഓക്കെ, അവർക്ക് എന്തുണ്ടാവും, മന്ത്ലി കോൺട്രാക്റ്റ് പോലെ ആയിരിക്കും. അത്യാവശ്യം നല്ല എമൗണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ അവരെ ഡീൽ ഇത്രേ ഉള്ളൂ, ഫ്രഷ് ഡിസൈൻ വേണം, അത്രേ ഉള്ളൂ. അവർക്ക് ഫ്രഷ് ഡിസൈൻ വേണം, ക്യാഷ് എത്ര വേണമെങ്കിലും അവർ പേ ചെയ്യാൻ അവർ റെഡിയാണ്. അങ്ങനത്തെ ക്ലയൻസ് നിങ്ങൾക്ക് വരും. എനിക്ക് അങ്ങനത്തെ ക്ലയൻറ്റ് വന്നിരുന്നു. ഓക്കെ, ഞാൻ ഇനീഷ്യൽ സമയത്ത് എനിക്ക് ഖത്തറിലുള്ളൊരു മറ്റേ ഇതുണ്ടല്ലോ, ഒപ്റ്റിക്സിൻ്റെ കമ്പനി എനിക്ക് വന്നിരുന്നു, എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. ക്യാഷ് എത്ര അടക്കാൻ നമ്മൾ റെഡിയാണ്, ഞാൻ കാണിച്ചു തരാം. പക്ഷേ അതിൽ അവരുടെ നമ്പർ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഓഡിയോ ഉണ്ടാവും, ഓഡിയോ ഞാൻ കേൾപ്പിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ എടുത്താൽ മതി. ഇതിൻ്റെ ലോഗോ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്തു. അതായത് ആ ഏരിയ നോക്കല്ല, ഇതാണ് ഞങ്ങളെ പ്രൈസ് വരുന്നത്. കംപ്ലീറ്റ് പ്രൈസ് കമ്പ്യൂട്ടർ ക്ലാസ് പഠിച്ചിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടിയ കണ്ണടയുടെ ഫോട്ടോ അങ്ങനെ ഇനി അതിൻ്റെ നല്ല ഫയല് വേണമെങ്കിൽ ഫോട്ടോ ഇത് ഫോൺ നമ്പർ വന്ന് അങ്ങനെ അതിൻ്റെ ഫയൽ പിന്നെ ഞാൻ വർക്ക് നമ്മൾ 5 ഡിസൈൻ മന്തിൽ എന്തായിരുന്നു സ്ഥിരമായിട്ടുള്ളതാണ്. നല്ല രീതിയിൽ സപ്പോർട്ടീവ് ആണെങ്കിലും
ഇത് കണ്ട, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? അതായത് അവരുടെ വർക്ക് അതായത് അവരുടെ മന്ത്ലി എന്തായാലും അവർക്ക് 5 വർക്ക് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ ക്യാഷ് അവർക്ക് ഒരു പ്രോബ്ലം അല്ല എന്ന് പറയുന്ന ഒരു ഓഡിയോ ഉണ്ടായിരുന്നു. ഇവര് ഭയങ്കര, നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ക്ലൈന്റ് ആയിരുന്നു. ഓക്കെ, അതിൽ ഒരുപാട് ഓഡിയോ ഉണ്ട്. ഓരോന്നോരോന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് വെക്കണമായിരുന്നു, ഞാൻ എടുത്ത് വെച്ചില്ല. ഓരോന്നോരോന്നായിട്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. ഓക്കെ, സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ. അവർക്ക് ഒന്നാമത് അവർ പ്രീമിയം ക്ലൈൻ്റ് ആണ്. അവർക്ക് കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല. മന്ത്ലി ഒരു 5 വർക്ക് എന്തായാലും ഉണ്ടാവും. വർക്ക് പേയ്മെൻറ്റ് അവർക്ക് പ്രശ്നമല്ല. ഫ്രഷ് ഡിസൈൻ ആയിരിക്കണം. അവരൊരു ഡിസൈന്, അതായത് ഞാൻ ഒരു ഡിസൈന് പറഞ്ഞത് 600 രൂപയായിരുന്നു. കാരണം അവർക്ക് ഫ്രഷ് ഡിസൈൻ വേണം. സമയം എടുത്താലും കുഴപ്പമില്ല. മന്ത്ലി എന്തായാലും എന്തുണ്ടാവും, ഒരു 5 വർക്ക് ഉണ്ടാവും. ഞാൻ 600 രൂപയായിരുന്നു അവരോട് പറഞ്ഞിരുന്നത്. അതിൽ അവർ ഓക്കെയാണ്. വെറും 5 ഡിസൈന് 3000 രൂപ. മനസ്സിലായോ? ഒരു മാസം 3000 അല്ലല്ലോ, 600 × 5. ഓക്കെ, 3000 രൂപ ഒരു മാസം. കണ്ടാ, അതാണ് പ്രീമിയം ക്ലൈന്റ് എന്ന് പറയുന്നത്. 1-2 ഡിസൈനിൽ അവർ ഓക്കെ ആവും ചെയ്യും. നമ്മൾ ഒരുപാട് പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഒന്നേ ഉള്ളൂ, അവർക്ക് എന്തായിരിക്കണം, ഫ്രഷ് ഡിസൈൻ ആയിരിക്കണം. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രീമിയം ക്ലൈന്റിനെ പിടിക്കുക എന്നുള്ളതാണ്. പക്ഷേ പ്രീമിയം ക്ലൈന്റ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രീമിയം ക്ലൈന്റിനെ കിട്ടൂല. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന ക്ലൈന്റിൽ നിന്ന് നിങ്ങൾ പ്രീമിയം ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അവരെ പ്രത്യേകിച്ച് ട്രീറ്റ് ചെയ്യുക. അങ്ങനെയാണ് പ്രീമിയം ക്ലൈന്റിനെ പിടിക്കുക. പിന്നീട് നമ്മൾ ഇത്രയും, ഇപ്പോൾ നിങ്ങൾ ആദ്യം ആഡ് കൊടുത്തു, ആ ആഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 20 എൻക്വയറി വന്നു, അതിൽ 2 പ്രീമിയം ക്ലൈന്റ് ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ആഡ്, അതിൽ നിന്ന് ഒരു 3 പ്രീമിയം ക്ലൈന്റ് ഉണ്ട്. അങ്ങനെ നമുക്കിങ്ങനെ പ്രീമിയം ക്ലൈന്റിന്റെ ഒരു സെറ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്ത് മതി, പ്രീമിയം ക്ലൈന്റ് മാത്രം മതി. ഓക്കെ, മനസ്സിലായോ? അതാണ്, പ്രീമിയം ക്ലൈന്റിനെ കിട്ടിയാൽ നമുക്ക് എന്ത് മതി, നമുക്ക് വർക്ക് കുറയും, പേയ്മെന്റ് കൂടുകയും ചെയ്യും. അവർ ഓക്കെയാണ്, പേയ്മെന്റ് ചെയ്യാൻ അവർ ഓക്കെയാണ്. നമ്മൾ വർക്ക് നല്ല വൃത്തിക്ക് ചെയ്തു കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ സ്ക്രാച്ചിൽ നിന്ന് ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ബുക്കിലെറ്റ് സിംഗിൾ പേജിന് 1000 തൊട്ട് 3000 വരെയാണ് വരുന്നത്. സിമ്പിൾ ആയിട്ടായിരിക്കും. 5-10 പ്രൊഡക്റ്റോ അതിലുണ്ടായിരിക്കുള്ളൂ. അപ്പം നിങ്ങളോട് ഒരാൾ വന്നിട്ട് പറഞ്ഞ് നമുക്കൊരു ബുക്കിലെറ്റ് വേണം, നമ്മളതിലൊരു 25 പ്രൊഡക്റ്റ് ഉണ്ട്, സിംഗിൾ പേജിൽ കൊളിച്ചാൽ മതി എന്ന് പറഞ്ഞ്. മനസ്സിലായോ? സിംഗിൾ പേജിലാണ് നമുക്കൊരു പ്രൊഡക്റ്റ് കാറ്റലോഗ് വേണം, അത് സിംഗിൾ പേജാണ്, പ്രൊഡക്റ്റ് ഒരു 25 ഉണ്ട് എന്ന് പറഞ്ഞ്. അപ്പം തന്നെ നിങ്ങൾ അവരോട് പറയാം, 25 പ്രൊഡക്റ്റ് ഒറ്റ പേജിൽ കൊള്ളിച്ചാൽ അത് ഭയങ്കര ബോറായിട്ട് നിൽക്കും. ഓക്കെ, പിന്നെ കാണുന്നവർക്ക് അത് എന്താവില്ല, അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. മീൻസ് അപ്പോൾ എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് പറയാം, 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബുക്കിലെറ്റ് മാറ്റിയിട്ട്, ബുക്കിലെറ്റ് എന്ന് പറഞ്ഞാൽ ബുക്കിൻ്റെ സൈസേ ഉണ്ടാവുള്ളൂ, ബുക്കിലെറ്റ് മാറ്റിയിട്ട് ഇതിൻ്റെ സൈസ് വലുതാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേജിൻ്റെ എണ്ണം കൂട്ടണം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 10 തൊട്ട് 20 വരെയുള്ള പ്രൊഡക്റ്റാണ് ഇതിൽ വരിക, ബൈഫോൾഡ് അല്ലെങ്കിൽ ട്രൈഫോൾഡിൽ വരിക. അതിൻ്റെ പ്രൈസ് മാറുന്നുണ്ടോ, 3000 തൊട്ട് 5000 വരെ. ഈ ബൈഫോൾഡിൽ ആകെ 4 സൈഡ് ഉണ്ടാവും, ട്രൈഫോൾഡിൽ 6 സൈഡ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ബുക്ക്ലെറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ 5000 തൊട്ട് 10000 വരെയാണ് ഒരു ബുക്ക്ലെറ്റ് സ്റ്റൈലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഒരു ഡിപ്പെൻസ് ആട്ടോ. അതായത് ഇവിടെ 6 പേജ് വരെ പോകും, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പേജിനനുസരിച്ചാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇത് ടോട്ടൽ പ്രൈസാണ് വരുന്നത്. 5000 തൊട്ട് 10000 വരെയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് 5000, എൻഡിങ് 10000 ആണ് ഈ ബുക്ക്ലെറ്റ് സ്റ്റൈൽ വരുന്നത് പറയാം. അതായത് അതിലെത്ര ഉണ്ടാവും, 20 പ്രൊഡക്റ്റ് തൊട്ട് 50 പ്രൊഡക്റ്റ് വരെ ഉണ്ടാവും. ഓക്കെ, ഹൈ ക്വാളിറ്റി ഡിസൈൻ ആയിരിക്കും. മനസ്സിലായോ? പിന്നെ ഡിജിറ്റൽ കാറ്റലോഗ് ഉണ്ട്, 3000 തൊട്ട് 5000 വരെയാണ്. സ്യൂട്ടബിൾ ഫോർ ഓൾ സോഷ്യൽ മീഡിയ, എല്ലാ സോഷ്യൽ മീഡിയക്കും വെബ്സൈറ്റിനും സൂട്ടബിൾ ആയിട്ടുള്ള ഡിജിറ്റൽ കാറ്റലോഗ്. പ്രൈസിങ് ഓക്കെ ആണല്ലോ, എങ്ങനെയാണ് പ്രൈസ് ഇടാന്നുള്ളത്. പിന്നെ കോമൺ മിസ്റ്റേക്ക് ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻകൺസിസ്റ്റൻറ്റ് ഇമേജ് സൈസ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ്, അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നു, 2 ഇമേജും 2 സൈസിൽ കൊടുത്താൽ എന്തുണ്ടാവും, അവിടെ ആ ഡിസൈൻ എന്താവും, ഡിസൈൻ അലമ്പോൾ. പിന്നെ ഓവർ ക്രൗഡഡ് ഡിസൈൻ, ഒരുപാട് ഡിസൈൻ അത് കുത്തി കയറ്റിയിട്ട് അതിനെ ഓവർ ക്രൗഡഡ് ആക്കണത്. പിന്നെ ഹാർഡ് ടു റീഡ് ഫോണ്ട്,
നമ്മൾ ഒന്നും കൂടെ സ്റ്റൈൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേറെ വേറെ ഫോണ്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, വായിക്കുന്ന ആളുകൾക്ക് അത് റീഡ് ചെയ്യാൻ കഴിയൂല. ഓക്കെ, പിന്നെന്താ, അൺക്ലിയർ പ്രൈസിങ് അൺക്ലിയർ ആവുന്ന, കാൾ ടു ആക്ഷൻ ബട്ടൺ ഇല്ലാതിരിക്കുക, ഇതൊക്കെയാണ് ഒരു കോമൺ മിസ്റ്റേക്ക് ഒരു എന്തിൽ കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. പിന്നെ പ്രോ ടിപ്പ് എന്ന് പറയുന്നത് കീപ്പ് പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ കൺസിസ്റ്റൻറ്റ്, യൂസ് ഫോർ ദ സെയിം ഫോർമാറ്റിൽ തന്നെ എന്ത് ഉപയോഗിക്കുക, പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുക. ഇഫ് യു ഹാവ് എ ലാർജ് കാറ്റലോഗ് ആഡ് പേജ് നമ്പർ ആൻഡ് ഇൻഡെക്സ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ടന്റ് ടേബിൾ പറഞ്ഞില്ലേ, അതിനാണ് ഇൻഡെക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു 14 സൈഡുള്ള കാറ്റലോഗാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, അതിനൊരു കണ്ടന്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. കണ്ടന്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, കാണിച്ചു തരാം. കോണ്ടന്റ് ടാബ് എക്സാമ്പിൾ, ഇതാണ് കണ്ടന്റ് ടേബിൾ എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റത്തെ കണ്ടന്റ്, ആ കണ്ടന്റ് എത്രാമത്തെ പേജിലാണ്. നിങ്ങളൊരു നോവലൊക്കെ എടുത്താൽ അതിന്റെ ഫസ്റ്റ് ഉണ്ടാവില്ലേ അജണ്ട തന്നെയല്ലേ, അജണ്ട എന്ന് മലയാളത്തിന് അതിന് എന്താ പറയുക, അജണ്ട എന്നോ എനിക്കറിയില്ല കേട്ടോ. കണ്ടന്റ് ടേബിൾ. ഓക്കെ, അപ്പോൾ ആ നോവലിന്റെ ഹെഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും, ആ ഹെഡിങ് ഏത് പേജിലാണെന്നുള്ളത്, അതിനെയാണ് കണ്ടന്റ് ടേബിൾ എന്ന് പറയാം. ഓക്കെ, അതായത് ലാർജ് കാറ്റലോഗ് ആണെന്നുണ്ടെങ്കിൽ കണ്ടന്റ് ടേബിൾ ആഡ് ചെയ്യുക, പേജ് നമ്പർ ആഡ് ചെയ്യുക, പിന്നെ ഇൻക്ലൂഡ് കസ്റ്റമർ റേറ്റിംഗ് ഫോർ ദ ട്രസ്റ്റ് ബിൽഡിംഗ്. ഓ, ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ കിട്ടുന്നില്ല കേട്ടോ, എന്താ വായിക്കുക, ടെസ്റ്റിമോണിയൽസ് അതിനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രൊണൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, സോറി. ഇൻക്ലൂഡ് കസ്റ്റമർ ടെസ്റ്റിമോണിയൽസ് ഓർ റൈറ്റിംഗ് ഫോർ ട്രസ്റ്റ് ബിൽഡിംഗ്. ഈ റൈറ്റിംഗ് ആഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു, റൈറ്റിംഗ് നമ്മൾ ആഡ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മളൊരു ലിസ്റ്റ്, ഒരു 6 പ്രോഡക്റ്റ് ഉണ്ട്, 6 പ്രോഡക്റ്റിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് മാത്രം ഇത് ബെസ്റ്റ് സെല്ലിംഗ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ റേറ്റിംഗ് കസ്റ്റമർ 5ൽ 4.9 അതിൻ്റെ റേറ്റിംഗ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ റേറ്റിംഗിൻ്റെ ടാഗ് ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ ഒരു പ്രോഡക്റ്റ് ഓർഡർ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വരില്ല റേറ്റിംഗ് 4ൽ 3, 3ൽ 9, 4ൽ 5 എന്നൊക്കെ പറഞ്ഞിട്ട്, അതതിൻ്റെ റേറ്റിംഗ് ആണ്. ഓക്കെ, പിന്നെ നമ്മളിത് എന്തും ഉപയോഗിക്കാം, ബൂത്ത് നമ്മൾ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് പ്രിന്റിനും ഡിജിറ്റലിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അതിനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയേൻ്റെ ഒക്കെ കാലമാണ്. അപ്പോൾ ഒരു ഡിസൈൻ ഇപ്പോൾ ആളുകൾ പ്രിന്റിനൊന്നും ഡിസൈനും സോഷ്യൽ മീഡിയക്ക് ഒന്നെന്ന് പറഞ്ഞാൽ 2 ക്രിയേറ്റ് ചെയ്യില്ല, ഒറ്റ ഡിസൈൻ അത് പ്രിന്റിനും ഉപയോഗിക്കും, ഡിസൈനും ഉപയോഗിക്കും, ഡിജിറ്റലിനും ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ രണ്ടിനും കോമ്പാറ്റബിൾ ആയിട്ടുള്ള രീതിക്ക് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അത്രയാണ് നമുക്ക് എന്തെങ്കിലും പറയാനുള്ളൂ തിയറി ക്ലാസ്സിൽ. എന്തിനു പറയാനുള്ളൂ, പ്രൊഡക്റ്റ് കാറ്റലോഗിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളൂ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഈ നോട്ട് ഞാൻ താഴെ തരാം. ഇനി അടുത്തതാണ് എന്തെന്ന് പറയാനുള്ളത്, നമുക്ക് പ്രൊഡക്റ്റ് കാറ്റലോഗിൻ്റെ ടെംപ്ലേറ്റ് എന്ന് പറയാനുള്ളത്. ക്യാൻവയിൽ ഇഷ്ടം പോലെ പ്രൊഡക്റ്റ് കാറ്റലോഗിൻ്റെ 10,000 കണക്കിന് പ്രൊഡക്റ്റ് കാറ്റലോഗിൻ്റെ ടെംപ്ലേറ്റ് ഉണ്ട് ക്യാൻവയിലുണ്ട്. കണ്ടാ, ഇതൊരു പ്രൊഡക്റ്റ് കാറ്റലോഗാണ് ക്യാൻവയിലുള്ള. കണ്ടോ, ആ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ലക്ഷൂറിയസ് പ്രൊഡക്റ്റ് കാറ്റലോഗാണ്. ഇത് പ്രീമിയം ആണ്. കണ്ടാ, ഈ ഡിസൈൻ പ്രീമിയം ആണ്. നമുക്ക് പ്രീമിയം പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഇവനെടുത്തിട്ട് എഡിറ്റ് ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല, ഇവനെടുത്തിട്ട് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അത്രയും സമയം അവിടെ ലാഭിച്ചു. കണ്ടാ, ഇതെന്താ, ഇതൊരു ബൈഫോൾഡിൻ്റെ പ്രൊഡക്റ്റ് കാറ്റലോഗാണ്. കണ്ടാ, ഒരു ബൈഫോൾഡ് പ്രൊഡക്റ്റ് കാറ്റലോഗാണ് അത്. പിന്നെ അടുത്തത് കണ്ടാ, ഇത് ഏതോ ഇലക്ട്രോണിക് ഷോപ്പിൻ്റെ പ്രൊഡക്റ്റ് കാറ്റലോഗാണ്, സീസണിൽ ഓഫറിന് കൊടുക്കുന്ന പ്രൊഡക്റ്റ് കാറ്റലോഗാണ് അത്. ഇനി അടുത്ത് നമ്മുടെ ഏതോ ഫർണിച്ചർ ഷോപ്പിൻ്റെ പ്രൊഡക്റ്റ് കാറ്റലോഗാണ്. ഇതൊക്കെ നോക്കി എന്ത് ക്ലീനാണ് ഈ പ്രൊഡക്റ്റ് കാറ്റലോഗൊക്കെ, ഭയങ്കര സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വേണ്ട കസ്റ്റമർ റിവ്യൂ ഉണ്ടോ കൊടുത്തിട്ടുള്ളത്, ഇതിനെന്തുണ്ട്, ഈ കസ്റ്റമർ എന്ത് കൊടുത്തിട്ടുണ്ട്, 5 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. കണ്ടാ, നല്ല ക്ലീനായിട്ട് പ്രൊഡക്റ്റ് കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്ത് കണ്ടാവും. തൗസൻഡ്സ് ഓഫ് പ്രൊഡക്റ്റ് കാറ്റലോഗ്, 1000 അല്ല 10,000 ഓഫ് പ്രൊഡക്റ്റ് കാറ്റലോഗ് എന്തുണ്ട് ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ പ്രൊഡക്റ്റ് കാറ്റലോഗ് അടിച്ചാൽ മതി. ഇപ്പം ഞാനിവിടെ ഫോണിൻ്റെ ഉണ്ട്, ഫോണ് പ്രൊഡക്റ്റ് കാറ്റലോഗ് എന്ന് അടിച്ചാൽ എന്ത് സംഭവിക്കും, എനിക്ക് ഫോണിൻ്റെ കിട്ടും. ഓ, ഇത് ഫോണിലേക്കുള്ള പ്രൊഡക്റ്റ് കാറ്റലോഗാണ്. നമുക്ക് അറിയാം, നമുക്കൊരു പ്രൊഡക്റ്റിൻ്റെ ഫർണിച്ചർ പ്രൊഡക്റ്റ് കാറ്റലോഗ് എന്ന് അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഫർണിച്ചറിൻ്റെ പ്രൊഡക്റ്റ് കാറ്റലോഗ് കിട്ടും. ഓക്കെ, നമുക്ക് ഇഷ്ടം പോലെ പ്രൊഡക്റ്റ് കാറ്റലോഗ് എന്തുണ്ട്,
അവൈലബിൾ ആണ്. ഇനി ഇവിടെ ഞാൻ വന്നിട്ട് ബ്യൂട്ടി പ്രൊഡക്ട്സ് കാറ്റലോഗ് സെർച്ച് ചെയ്ത് എന്ത് കിട്ടും, നമുക്ക് എന്ത് കിട്ടണ്ട, ബ്യൂട്ടി പ്രൊഡക്റ്റ് കാറ്റലോഗ് കിട്ടും. കണ്ട, ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് കാറ്റലോഗ് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടെംപ്ലേറ്റ് ആണ് എഡിറ്റ് ചെയ്യാറുള്ളത്. ഞാൻ ഇതുപോലെ പ്രീമിയം കസ്റ്റമേഴ്സിന് വരുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യാറ്, സ്ക്രാച്ചിൽ നിന്ന് ചെയ്യാറുള്ളതുള്ളൂ. അപ്പോൾ എനിക്ക് ഇന്നലെ സൗദിയിൽ നിന്ന് ഒരു ഡിസൈൻ വന്നിരുന്നു. അതായത് അവർക്ക് മന്ത്ലി ഒരു 10 പോസ്റ്റർ എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ടെംപ്ലേറ്റ് എടുത്തു. അവരുടെ സബ്മറൈൻ, നമ്മൾ ഈ മോട്ടറൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആണ് അവരുടെ കാറ്റലോഗ് അല്ല, അവർക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വേണ്ടത്. പക്ഷെ എന്നോട് അതാ പറഞ്ഞത്, അവർക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വേണ്ടത്. പക്ഷെ അത് അവർ സോഷ്യൽ മീഡിയക്ക് മാത്രമല്ല നോർമൽ പർപ്പസിന് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങനെ വേണം ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ടെംപ്ലേറ്റാണ് ഞാൻ യൂസ് ചെയ്തത്. ഇതൊരു ടെംപ്ലേറ്റാണ്. ഈ ടെംപ്ലേറ്റിനെ ഞാൻ എന്ത് ചെയ്തു, ഇതാണ് അവരുടെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ടെംപ്ലേറ്റ് എടുത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി. കണ്ട, ഞാൻ എന്ത് ചെയ്തു, ഡിഫറെൻറ്റ് ഫോർമാറ്റിൽ, കളർ ഫോർമാറ്റിൽ. ഈ കളർ ഫോർമാറ്റ് എന്താ, നമ്മൾ കളർ പാലറ്റ് ഇട്ട് അപ്ലൈ ചെയ്ത് പേജിൽ നിന്ന് കൊടുക്കും. അങ്ങനെ ഡിഫറെൻറ്റ് കളർ പാലറ്റിൽ ഇട്ടിട്ട് അവർക്ക് അയച്ചു കൊടുത്തു. അവരൊക്കെയാണ്, ഈ ഡിസൈൻ എന്താണ്, അവരൊക്കെയാണ്. കണ്ട, ഞാൻ എന്താ ചെയ്ത്, ഈ ടെംപ്ലേറ്റ് എടുത്തിട്ട് നമ്മളേതായിട്ടുള്ള രീതിക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്തു. ഓക്കെ, അത്ര മാറ്റം വരുത്തിയിട്ടുള്ളൂ. ഞാൻ ഇതിൽ ഒരുപാട് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല, ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരുപാട് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ റിമൂവ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ഒരു ടെംപ്ലേറ്റിനെ ഞാൻ പറഞ്ഞത്. ഞാൻ ടെംപ്ലേറ്റ് ആണ് എഡിറ്റ് ചെയ്ത് പ്രീമിയം കസ്റ്റമേഴ്സ് വരുമ്പോൾ നമ്മൾ കുറച്ചിരുന്ന് ആലോചിച്ച് നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ കൊടുക്കുക. കാരണം അതിനുള്ള ക്യാഷ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് എനിക്ക് കിട്ടിയത് 500 റുപ്പീസാണ് ഒന്നിന് വരിക. മന്ത്ലി അവർക്ക് ഒരു 10 വേണമെന്ന് പറഞ്ഞു, 5000 രൂപയായില്ലേ. ഒരു 10 ഇതുണ്ടാക്കാൻ എനിക്ക് എടുത്ത സമയം എന്ന് പറയുന്നത് 20 മിനിറ്റാണ്. വേറെ 20 മിനിറ്റ്, 20 ഏറിപ്പോയ അരമണിക്കൂർ. ഓക്കെ, അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. വളരെ സിമ്പിളാണ്. ഓക്കെ, ഒരു മന്ത്ലി ഒരു 10, അതായത് 10 നമ്മൾ അവരെ ആൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് വരുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് അയച്ചു വരും, ഉണ്ടാക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. ഡിസൈൻ റെഡി. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഇനി നമുക്ക് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഡിസൈനാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ഡിസൈനാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു ഫർണിച്ചർ ഷോപ്പിൻ്റെ ഒരു ഡിസൈനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ പുതുതായിട്ടൊന്നുമില്ല, എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം. ഞാൻ ഈ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.